സ്വർഗത്തിലൊരു നോമ്പ് തുറന്ന് കേട്ടപ്പോൾ ബാഗും പാണ്ടൊക്കെ എടുത്ത് ഞാനും പോയി. അല്ല, വലിയ കയറി ചെന്നു എന്ന് പറയുന്നതാകും ശരി. കാരണം യാസിൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഓൺ ടൈം ആയിരുന്നു. അത് പിന്നെ കോളേജ് അല്ലാത്ത എല്ലായിടത്തേക്കും ഞാൻ നേരത്തെ എത്തുമായിരുന്നു. ഇഫ്താർ മീറ്റ് പ്ലസ് ഒരു അൺഒഫീഷ്യൽ ഗാദറിങ്ങും കൂടിയാണ് കേട്ടോ. സോ കായൽ സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് അതാണിത്. നമ്മളൊരു 19 ആൾക്കാരുണ്ടായിരുന്നു. കാറ്റ് കൊണ്ട് സൺസെറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പാങ്ക് കൊടുത്തു, നമ്മൾ നോമ്പറന്നു, ഒക്കെ വേഗമായിരുന്നു. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ. അതുണ്ടായത്. പിന്നെ ചിലവർ ഇരുന്നിട്ടും നടന്നിട്ടും കിടന്നിട്ടും ഒക്കെ തിന്നുണ്ടായിരുന്നു. കുറച്ച് ഫുഡ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ബലമുള്ള ആളുകൾ കൂടുതലായതുകൊണ്ടും ആൾബലം കൂടുതലായതുകൊണ്ടും സംഭവം സെറ്റായി. അവിടുത്തെ ഈ ഫുഡിനെക്കാട്ടി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കായൽ സൈഡിൻ്റെ വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം നല്ല കാറ്റും നല്ല വ്യൂ ഒക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ അപ്പുറം നമ്മളിതൊരു ഇഫ്താർ മീറ്റ് മാത്രമല്ലായിരുന്നു, ഒരു ഗാദറിങ്ങും കൂടിയായിരുന്നു. സോ എല്ലാവരും കൂടി നിന്ന് കുറച്ച് നേരം സംസാരമൊക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ ഓരോരുത്തരെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. സോ ആദ്യം വിളിച്ച ആൾ അവസാനം പറയേണ്ട നന്ദി ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. സോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ പാട്ടും കഥയും ചിരിയും വർത്താനും ഡാൻസ് അറിയുന്ന ഒരു ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ അത് നമ്മളങ്ങനെ തുടർന്നു പോകുന്നു. ഏതായാലും ഒരു ചിൽ മൂഡായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കൊതുകടി എന്നുള്ളൊരു പ്രതിഭാസം ഒഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും ഇവിടെ ഓക്കെ ആയിരുന്നു. നല്ല ഫുഡും നല്ല അറ്റ്മോസ്ഫിയറും പ്രയറിനുള്ള സ്ഥലവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും ഇവിടെ ഓടിക്കൂടിയ ആളുകളൊക്കെ ബഹളം വെച്ചിട്ടൊന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.